ഞാനിപ്പോൾ ഉള്ളത് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിലാണ്. എൻ്റെ ഡെലിവറി ഇവിടെ തന്നെയായിരുന്നു. ഇപ്പം മോനെ കാണിക്കുന്നതും ഇവിടെ തന്നെയാണ് ആദ്യം തൊട്ട് തന്നെ. അപ്പോൾ ശരിക്കും ഈ ഹോസ്പിറ്റൽ ഞാൻ ചൂസ് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഡോക്ടേഴ്സ് തന്നെയായിരുന്നു. ആദ്യത്തെ എൻ്റെ ഡോക്ടർ സൂസൻ ആയിരുന്നു. സൂസൻ ഡോക്ടറോടുള്ള എന്താ പറയുക ഭയങ്കര ഇഷ്ടം കൊണ്ടാണ് എൻ്റെ ഡെലിവറി ഇവിടെ തന്നെ മതി എന്ന് ഞാൻ തീരുമാനിച്ചത്. അതിനുശേഷമാണ് ഹോസ്പിറ്റലിലുള്ള രീതികളുമായിട്ടും എനിക്ക് ഭയങ്കര താല്പര്യം തോന്നിയത്. കാര്യം എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യും. നമുക്ക് അഥവാ ഒരു ഡോക്ടറെ കാണണമെങ്കിൽ ഫോൺ വഴി ബുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഇന്ന് ഞാൻ അങ്ങനെയാണ് ബുക്ക് ചെയ്തത്. എൻ്റെ മോനെ ഡോക്ടർ അനു അശോകനെ കാണിക്കാനാണ് ഞാൻ വന്നത്. അപ്പം വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ വിത്തിൻ 1 hour നമ്മൾക്ക് തിരിച്ച് കോള് വരും. ഏത് ടൈമിലാണ് വരേണ്ടത് കറക്റ്റ് ടൈമിൽ വന്നാൽ മതി. കൂടുതൽ വെയിറ്റിംഗ് ഒന്നും വേണ്ട. അതുപോലെ മെഡിസിൻ എടുക്കുന്ന കാര്യമാണെങ്കിലും കറക്റ്റായിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്കും നമ്മുടെ മെഡിസിനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. അത്രയും പ്രോപ്പറായിട്ട് പോകുന്നത് കൊണ്ടാണ് നമുക്ക് പിന്നെയും ഇങ്ങോട്ട് വരാൻ താല്പര്യം തോന്നുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ ഡോക്ടേഴ്സ് ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ അവരുടെ ട്രീറ്റ്മെന്റ് നമുക്ക് ഫലിക്കുന്നത് കൊണ്ടും പിന്നെ അവരുടെ പെരുമാറ്റവും ഭയങ്കര സ്നേഹമുള്ള ഡോക്ടേഴ്സാണ്. ആക്ച്വലി എനിക്ക് പരിചയമുള്ളത് എൻ്റെ ഡോക്ടർ സൂസനും ഡോക്ടർ അനു അശോകനാണ്. രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലാണ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഒരിക്കലും ഭയപ്പെടുത്തുന്ന രീതിയിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ മോൻ ആക്ച്വലി കുറച്ച് നാൾ മുമ്പ് ഇവിടെ NICU അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു കേസ് വന്നിരുന്നു, കുറച്ച് ലങ്സ് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട്. പക്ഷെ ആ സമയത്ത് പോലും നമ്മൾ ഭയങ്കര ധൈര്യത്തോടു കൂടി നിന്നത് ഡോക്ടർ അനു അശോകൻ ആയതുകൊണ്ട് മാത്രമാണ്. ഇപ്പോഴും അദ്ദേഹത്തിനെയാണ് നമ്മളൊരു ചെറിയ തുമ്മൽ വന്നാൽ പോലും എനിക്ക് ഡോക്ടറെ കണ്ടാൽ ഒരു ആശ്വാസമാണ്. എനിക്കും ഇപ്പൊ കേദാറിനും അങ്ങനെയായിട്ട് മാറി. പിന്നെ മെയിൻ പറയേണ്ടത് അനാവശ്യമായ ഒരു മരുന്ന് പോലും കുട്ടിക്ക് കൊടുക്കില്ല എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും സത്യത്തിൽ ഹോസ്പിറ്റലിന്റെ ബിസിനസ് ഒരുപാട് മരുന്ന് കൊടുക്കലാണ്. കാര്യം ഇവിടുത്തെ ഫാർമസിയിൽ നിന്നാണ് നമ്മൾ മെഡിസിൻ വാങ്ങുന്നത്. പക്ഷെ ഇതുവരെയുള്ള എൻ്റെ ഒരു ഇതില് ഒരിക്കലും അനാവശ്യമായി നമുക്ക് മെഡിസിൻ തരില്ല. ഇപ്പൊ ഞാൻ കണ്ടപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞത് മോനെ അങ്ങനെ അനാവശ്യമായിട്ട് മെഡിസിൻ കൊടുക്കേണ്ട കാര്യമില്ല, നമ്മളൊന്ന് കെയർ ചെയ്താൽ മതി. 2 ദിവസം കഴിഞ്ഞിട്ടും എന്തെങ്കിലും ഇഷ്യൂസ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക് കൊടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പൊ അത്രയും ഹാപ്പിയാണ് ഞങ്ങൾ ഇവിടെ മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലായിട്ട്.